നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി സെൻസെക്സിന് ഒരു ക്യാബ് നിഫ്റ്റിയിലെ ഒരു ഷോർട്ട് അനാലിസിസ്. ഈ അനാലിസിസ് നാളത്തേക്കുള്ള അനാലിസിസ് ആണ്. ഇവിടെ ഷെയർ ചെയ്യുന്ന ലെവൽസ് ലേണിംഗ് പർപ്പസ് ലെവൽസ് ആണ്. ലേൺ ചെയ്യുക അതാണ് നമ്മുടെ സ്ട്രാറ്റജി. ഓക്കെ, നിഫ്റ്റി അനാലിസിസ് കിടക്കാം. ഫസ്റ്റ് എലിറ്റ് വ്യൂ തിയറി ബേസ്ഡ് ആണ് നമ്മളിവിടെ ഷെയർ ചെയ്യാറുള്ള ലെവൽസ് ലേണിംഗ് പർപ്പസ് ആണ്. ആൻഡ് നമുക്ക് വേഗം ലെവൽസ് ഡിസ്കസ് ചെയ്യാം. 1, 2, 3 and 4 ഓൺ ഗോയിങ് ആണ്. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു എന്താണ് നമ്മൾ ഡിസ്കസ് ഉണ്ടായിരുന്നു ലാസ്റ്റ് വീഡിയോ കണ്ടില്ലെങ്കിൽ ഒന്നുകൂടി പോയി കാണണം എന്താണ് നടക്കുന്നത്. ഇവിടെ കറക്ഷൻ 4th കണക്ഷൻ ഓൺ ഗോയിങ് ആണ്. 5th ഇതിൻ്റെ അബവ് സ്റ്റാർട്ട് ആവുകയുള്ളൂ. ഓക്കെ, സോ ഇത് ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു 25,070, അത് ബ്രേക്കായി റൈറ്റ്. ഇനി നെക്സ്റ്റ് ആണ് നമ്മുടെ ഇതേ ഒരു സപ്പോർട്ട് 24,980 and 900 മാക്സ് ആണ് ഞാൻ കാണുന്നത്. 900 വരെ മാക്സ്. ഓക്കെ, ആൻഡ് സ്ട്രക്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ഫോൾ വരുന്നത് A, B and Cയുടെ ഫോളാണ്. സിയിൽ 5 മൂവ്സ് ഉണ്ടാവും. 1, 2, 3 and 4 and 5. ഓക്കെ, സോ ഇനി നമ്മൾ ബുള്ളിഷ് ആവുന്നത് എപ്പോഴാണ്? ഇനി ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് ആകുമ്പോഴത്തേക്ക് ഒരു കാര്യം 2 to 4 ട്രെൻഡ് ലൈൻ വരച്ചോളൂ കേട്ടോ. ഇതാണ് 2 to 4 ട്രെൻഡ് ലൈൻ. നമ്മളത് പറയാറുണ്ട് മെച്ചോറിറ്റി ട്രെൻഡ് ലൈൻ ആണ്. സോ മെച്ചോറിറ്റി ട്രെൻഡ് ലൈൻ ഇതിൻ്റെ പറയാറുണ്ട് ഈ 2 to 4 ട്രെൻഡ് ലൈൻ. അപ്പോൾ ഇതിൻ്റെ അകത്താണെങ്കിൽ പ്രൈസ് ഫർദർ എന്തായിരിക്കും? ഡൗൺ സൈഡ് നമുക്ക് കിട്ടും. ഓക്കെ, ഇതിങ്ങനെയൊക്കെ. ഓക്കെ, സോ സ്റ്റിൽ ഇതിൻ്റെ അകത്താണ്. ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് ആകുമ്പോഴത്തേക്ക് പ്രൈസ് താഴെ ഇവിടെ വരെ ഈ സപ്പോർട്ട്സിലേക്ക് വരണം. വന്നിട്ട് പിന്നെ റിവേഴ്സൽ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് ആണെങ്കിൽ വി ക്യാൻ ഗോ ഫർദർ അപ്സൈഡ്. നമുക്ക് ഫർദർ അപ്സൈഡ് കിട്ടും. ഈ ലെവൽസ് എവിടെ നിന്ന് കിട്ടി? നമുക്ക് ഫുൾ ലെഗിൻ്റെ 50% ആൻഡ് 38% ഫിബ്രവരി ട്രേസ്മെൻറ്റ് എടുക്കാം. ഇത് ഫുൾ വീഡിയോ, ഇന്നലത്തെ വീഡിയോ ഫുൾ കാണുവാണെങ്കിൽ എക്സാക്ട്ലി നമുക്ക് അറിയാൻ പറ്റും ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. ഓക്കെ, സോ മേജർ സപ്പോർട്ട്സാണ് നാളത്തേക്ക് 38.20% ആൻഡ് 50%. ശരിക്കും റെയർ ആണ്, വരാൻ പാടില്ല. കാരണം എന്ന് വെച്ചാൽ എക്സ്റ്റൻഷൻ ആയതുകൊണ്ട്, ലെഗ് എക്സ്റ്റൻഷൻ ആയതുകൊണ്ട് മോസ്റ്റ്ലി ഇവരൊന്ന് നോക്കാം. സ്മോൾ ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ ഇത് കണ്ടോ ഇവിടെ എന്താ നടക്കുന്നത് എക്സാക്ട്ലി. ഓക്കെ, പിന്നെ അല്ലെങ്കിൽ ഒരു ഡൗട്ട് എനിക്ക് വരുന്നത് എന്താണെന്ന് അറിയാം, ഇവിടെ ഇനി 333 കറക്ഷൻ അവർ ഉണ്ടാക്കുമെന്ന്. 333 കറക്ഷൻ ഉണ്ടാക്കാൻ ഉള്ള ഒരു ചാൻസസും കുറവാണ്, കാരണം എക്സ്റ്റൻഷൻ ആകുമ്പോഴത്തേക്ക്. ബട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. നമുക്ക് എന്തായാലും 2 മേജർ സപ്പോർട്ടാണ്. 24,900 ബ്രേക്ക് ആയ പിന്നെ ഫോർദർ ഡൗൺ സൈഡ് ഫോർദർ നല്ല ഒരു മൂവ് താഴേക്ക് കിട്ടാനുള്ള ചാൻസസ് ഉണ്ടാകും. കാരണം എന്ന് വെച്ചാൽ 50% ബിലോ മാക്സ് 50% വരാവുള്ളൂ. അതൊരു എയർ ചാൻസസിലാണ്. ഓക്കെ, ഇനി അതിൻ്റെ ബില്ലൊക്കെ പിന്നെ ഇത് ABC സ്ട്രക്ചറായി ആൻഡ് പിന്നെ താഴേക്ക് ബിയുടെ ഫോൾ ആയിരിക്കും. അത് എങ്ങനെയായിരിക്കും? താഴേക്ക് ഫുൾ ലെഗിൻ്റെ 81.20% ആൻഡ് ടൈം ടേക്കിംഗ് ആയിരിക്കും. കൺസോളിഡേഷൻ ബി എപ്പോഴും കൺസോളിഡേഷൻ ആയിരിക്കും, ടൈം ടേക്കിംഗ് ആയിരിക്കും. അതാണ്. സോ എല്ലാവരും പ്രാർത്ഥിക്കുക 900 ഹോൾഡ് ചെയ്യണമെന്നാണ്. ഓക്കെ, അപ്പോൾ അത് റീസൺ എന്താണെന്നറിയാമോ? ആ ഓപ്ഷൻ ബയേഴ്സിന് എന്തെങ്കിലും മൂവ് കിട്ടാനാണെങ്കിൽ ഇവിടുന്ന് തന്നെ കിട്ടുള്ളൂ മുകളിലേക്ക്. താഴേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഓപ്ഷൻ സെല്ലേഴ്സിൻ്റെ മാർക്കറ്റാണ്. അതാണ് ബി കറക്ഷൻസ് റൈറ്റ്. അതാണ്. അല്ലെങ്കിൽ ഓപ്ഷൻ മാർക്കറ്റ് മീനിൽ ഓപ്ഷൻ ബയേഴ്സിൻ്റെ മാർക്കറ്റ് ഉണ്ടാവില്ല. ഇത് ബ്രേക്ക് ചെയ്തിങ്ങനെ പിന്നെ താഴെ സെല്ലേഴ്സ് ആക്റ്റീവ് ആവും, പിന്നെ മൊത്തം കൺസൾട്ടേഷൻ ടൈം ടേക്കിംഗ് ആയിരിക്കും. ബി എപ്പോഴും അങ്ങനെയാണ്. എത്ര ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. തന്നെ വേഗം ബാങ്ക് നിഫ്റ്റി അനാലിസിസ് കിടക്കാം. എല്ലാവരും പ്ലീസ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട. ലൈക്ക് കുറവാണ്, ലൈക്ക് എല്ലാവരും ശ്രദ്ധിക്കുക. ബാങ്ക് നിഫ്റ്റിയിൽ ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു, ചേഞ്ചസ് ഒന്നുമില്ല. ബാങ്ക് നിഫ്റ്റി താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. 4th ഫോൾ ആണെങ്കിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 4th ഫോൾ അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും? ഓക്കെ, ഓൾറെഡി മാർക്ക്ഡാണ്, റേഷ്യോസ് ഒന്നും നോക്കാനില്ല. ഇനി വരുന്നത് ഇത് A, Bയുടെ ബൗൺസ് and C. ഓക്കെ, അങ്ങനെ തന്നെയാണ് ഇതിൻ്റെ ഫർദർ ഫോൾ ഇതിനകത്ത് കാണുന്നത്. സോ മേ ബി നിഫ്റ്റിയിൽ ഒരു ഡൗൺ നമുക്ക് കിട്ടാനുള്ള ചാൻസസ് ഉണ്ടാവും. ശ്രദ്ധിക്കുക, എല്ലാത്തിനും ഒരു 2 വേവ്സ് മോസ്റ്റ്ലി എപ്പോഴും ഇമ്പൾസീവ് വേവ് മോസ്റ്റ്ലി രണ്ടും ഒരേപോലെ ഉണ്ടാവാറുണ്ട്. 1 അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ 4 അല്ലെങ്കിൽ 1 അല്ലെങ്കിൽ 5 മോസ്റ്റ്ലി അങ്ങനെ ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട്. അതാണ് ഒരേപോലെ ഉണ്ടാവണം, ഓൾമോസ്റ്റ് ഒരേപോലെ ഉണ്ടാവണം. എക്സാക്ട്ലി പിൻ പോയിൻ്റ് അല്ല, ഓൾമോസ്റ്റ് ഒരേപോലെ ഫോൾ അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഉണ്ടാവും. അതാണ് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്. ഓക്കെ, പിന്നെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണുന്ന ലേണിംഗ് വീഡിയോസ് ഇഷ്ടം പോലെ ഉണ്ട് എൻ്റെ ചാനലിൽ. ഈ ഒരു ചാനലിൽ നമ്മുടെ ഫോൾഡറിൽ പോവുകയാണെങ്കിൽ അവിടെ പ്ലേലിസ്റ്റിൽ ഒരു ലേണിംഗ് വീഡിയോസിൻ്റെ ഒരു സെക്ഷൻ ഉണ്ട്. അവിടെ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട്, ലേണിംഗ് വീഡിയോസ് കാണണം. എലിയറ്റ് വേവ് എങ്ങനെ ഇന്നലെ നമ്മുടെ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു, ബേസ് എവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ ഫസ്റ്റ് വേവ് എങ്ങനെ പിടിക്കാം, ബേസ്ഡ് എങ്ങനെ പിടിക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ ഓൾറെഡി ഉണ്ട് നമ്മുടെ ഈ ചാനലിൽ, ലേണിംഗ് വീഡിയോസ്. അതിനകത്ത് നമ്മൾ പോയി നോക്കുകയാണെങ്കിൽ നമുക്ക് എക്സാക്ട്ലി ഫുൾ ലേണിംഗ് വീഡിയോസ് നമുക്ക് കിട്ടും. അല്ലെങ്കിൽ ഞാൻ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്തേക്കാം. ഓക്കെ, ആ ഫുൾ ഫോൾഡറുടെ ആ ലിങ്ക് ഫുൾ ഞാൻ പിൻ ചെയ്തേക്കാം.
എല്ലാവരും കൂടി അത് കയറി അതിനകത്ത് പോയി കാണുന്നു. ഓക്കെ, സോ ബാങ്ക് നിഫ്റ്റിയിൽ എ ബി എൻ ബി ഡി ബൗൺസ് ആൻഡ് സി ഡി ഫോൾ ഫർദർ കിടക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. ഇനി ഓൾറെഡി ലെവൽസൊക്കെ മാർക്ക്ഡ് ആണ് ബാങ്ക് നിഫ്റ്റിയിൽ. ഇൻ കേസ് റെസിസ്റ്റൻസ് ആണ് ഇനി നോക്കാനുള്ള റെസിസ്റ്റൻസ് ഇത് തന്നെ ആയിരിക്കും. ഇത് റെസിസ്റ്റൻസ് ആക്കി മാറി. ബി എപ്പോഴും ബിയുടെ ഹൈ റെസിസ്റ്റൻസ് ആയിരിക്കും. ഓക്കെ, അതിൻ്റെ അബവ് പോകണമെങ്കിൽ ദാറ്റ് മീൻസ് സ്ട്രക്ചർ ചേഞ്ച് ആവാനുള്ള ഒരു ചാൻസസ് ഉണ്ട്. അതാണ് ബിയുടെ ഒരു വാല്യൂ. 0 to ബിയുടെ വാല്യൂ, 0 to ബിയുടെ ട്രെൻഡ് ലൈൻ ആൻഡ് 1 to 2 or 2 to 4. ഈ ട്രെൻഡ് ലൈൻ ഭയങ്കര മോസ്റ്റ്ലി എപ്പോഴും ട്രെൻഡ് ചേഞ്ചിങ് ആയിരിക്കും. സെൻസെക്സിലേക്ക് കിടക്കാൻ നമുക്ക്. നിഫ്റ്റിയുടെ പോലെ തന്നെയാണ്, നോ ചേഞ്ചസ്. ഇതിൻ്റെ ഈ സപ്പോർട്ട് ഞാൻ ഡിലീറ്റ് ചെയ്യാം. റെസിസ്റ്റൻസ് മാർക്ക് ചെയ്തേക്കാം. റെസിസ്റ്റൻസ് ഇതിനകത്ത് നമുക്ക് കാണുന്നത് ഈ ഒരു ട്രെൻഡ് ലൈൻ ആയിരിക്കും. 0 to 1 2 കണ്ട, 0 to 2 and 2 to 4 എല്ലാം കൂടി ഒരുമിച്ചാണ്. ഇത് കണ്ട 1 2 3 4 ഇതൊക്കെ കണ്ട 1 2 and 4 ഒക്കെ സിങ്ക് ആവുന്നുണ്ട്. സം ടൈംസ് സിങ്ക് ആവത്തില്ല. ഓക്കെ, ആ സമയത്ത് 2 to 4 ട്രെൻഡ് ലൈനാണ്. ഇതിനകത്ത് മെച്ചോറിറ്റി ട്രെൻഡ് ലൈനാണ് ഇത്. ഓക്കെ, അത് ഫുൾ ഇത്തിരി കഴിയുമ്പോൾ മനസ്സിലാകും. പിന്നെ മോസ്റ്റ്ലി ഫുൾ വീഡിയോസ് കാണുന്ന ലേണിംഗ് വീഡിയോസ് അപ്പോഴേ പിടി കിട്ടുകയുള്ളൂ. അപ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റും ഫർദർ ഫോൾ വരുന്നുണ്ട് ഇല്ലാന്ന് ഇല്ലിയറ്റ് വ്യൂ ഒരു എക്സാക്ട്ലി പറഞ്ഞു തരും. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് കണ്ടോ 1 2 3 4 ഡെമൗണ്ട്സ്, ദാറ്റ് മീൻസ് ഫിഫ്ത്തിൻ്റെ ചെറിയൊരു ഫോൾ കൂടി ഇനി കാണാൻ ഉണ്ട്. അപ്പോൾ ഫിഫ്ത്ത് എങ്ങനെയാണ് മെഷർ ചെയ്യുക? ഈ ലെഗിന് ഇവിടെ വരെ ഫിബൊനാച്ചി വെച്ചാൽ മതി. അപ്പോൾ ലാസ്റ്റ് എവിടെ വരെ പോകാനുള്ള ചാൻസസ് ഉണ്ട്? ഇനി ആ ലാസ്റ്റ് ഫോളാണ്. അപ്പോൾ എവിടെ വരെ പോകാനുള്ള ചാൻസസ് ഉണ്ടെന്ന് നോക്കാം നമുക്ക്. ഓക്കെ, അങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടത്. റെസിസ്റ്റൻസ് ആണ് ഇനി ഇതിനകത്ത് മാർക്ക് ചെയ്യാനുള്ളത്. റെസിസ്റ്റൻസ് മീൻസ് ഇതിൻ്റെ അബവ്, ഇൻ കേസ് ഇതിൻ്റെ അബവ് പ്രൈസ് പോവുകയാണെങ്കിൽ നമുക്ക് ഫർദർ അപ്സൈഡ് കിട്ടും. ഈ ഒരു ലെഗിൻ്റെ അപ്പോൾ. ഓക്കെ, അത് ഈസി അല്ല. കാരണം വെച്ചാൽ ഫസ്റ്റ് ഈ ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് ആയിരിക്കും. ഓക്കെ, പിന്നെ ഇതിൻ്റെ അബവ് പോവുകയാണെങ്കിൽ മാത്രമേ നമുക്ക് റിജക്ഷൻ കിട്ടും. ദാറ്റ് മീൻസ് പ്രൈസ് ഇനി ഫർദർ ബുള്ളിഷിലേക്ക് പോവുക. അങ്ങനെയാണ് റെസിസ്റ്റൻസ്. ബാക്കി സപ്പോർട്ട്സ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നിഫ്റ്റി മിഡ് ക്യാപ്സ് കിട്ടി പോകാം. ഇനി വീഡിയോ ചെറിയ അനാലിസിസ് തന്നെ ഉള്ളൂ. എല്ലാവരും കൂടി ശ്രദ്ധിക്കുക. മോസ്റ്റ്ലി ചാനൽ എല്ലാവരും ന്യൂ ചാനൽ ബാക്കപ്പ് ചാനലാണ്. അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. എല്ലാവരും കൂടി ഷെയർ ചെയ്യാൻ മറക്കണ്ട. ഷെയർ ചെയ്യുക. ഇതാണ് നമ്മുടെ ഫോർത്തിൻ്റെ. ഇത് 1 2 3 ഫുൾ ചാനലായാലും ഫോർത്തിൻ്റെ ആണ്. ഓക്കെ, ഫോർത്തിൻ്റെ ഫോൾ അതിൻ്റെ സപ്പോർട്ട്സ് നമുക്ക് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. 38.20% ആൻഡ് 50%. ഓക്കെ, മോസ്റ്റ്ലി ഇൻഡെക്സിൽ എല്ലാത്തിനും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. ജസ്റ്റ് നമുക്ക് നോക്കാനുള്ളതാണ് എപ്പോഴാണ് ചേഞ്ച് ആവുന്നത്. റെസിസ്റ്റൻസ് 2 റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, ഇതിൻ്റെ ഹൈ റെസിസ്റ്റൻസ് ആണ് ആൻഡ് സെക്കൻഡ് മറ്റേതിൻ്റെ ഹൈ. ഫുൾ ഓവറോൾ ടോട്ടൽ ഒരു ഹൈ. അതാണ് ഇതിൻ്റെ റെസിസ്റ്റൻസ്. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. സോ എല്ലാവരും പ്ലീസ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട. താങ്ക്സ് സോ മച്ച്.